ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു വമ്പൻ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ എന്താണെന്ന് യുഎസിന് അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്, അമേരിക്കയ്ക്ക് നമ്മുടെ രാജ്യത്തിന്റെ നാവികസേന കാണിച്ചു കൊടുത്തതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് ആ വാർത്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം നിരന്തരം ഇവന്മാരെ പോയി കൺട്രോൾ ചെയ്യാതെ, എടേ നീ ഒക്കെ യുദ്ധം നിർത്തൂ എന്ന് പറയാതെ ഈ നാറ്റോയും അമേരിക്കയും ഒക്കെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കാരണം റഷ്യയുടെ ഒരു നട്ടല്ലായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഇന്ത്യയാണ്. കാരണം റഷ്യക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യ ഓടിയെത്തും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, റഷ്യക്ക് ആയുധമുണ്ട്, സാമ്പത്തികമില്ല. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ഫോഴ്സ് ആണ്. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയുടെ ആ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അങ്ങ് നികന്നു പോകും എന്നുള്ളതാണ്. അങ്ങനെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റഷ്യയെ സഹായിക്കരുത്, നിങ്ങളെ സഹായിക്കാതിരുന്നാൽ റഷ്യ സമ്മർദ്ദത്തിലാകും, യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പോരാത്തതിന് അതിൻ്റെ ഇടയിൽ കൂടെ ബ്രിക്സിനെ തകർക്കാൻ ശ്രമിക്കുന്നു, പിന്നെ RIC ട്രോയിക്ക അത് വരില്ല എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി. യുഎസിന്റെ ഒരു ഭീഷണി വന്നു. ഈ റഷ്യയും ഇന്ത്യയും കൂടെ സംയുക്തമായിട്ടെന്ന് പറഞ്ഞാൽ പണിതത് ഇന്ത്യയാണ്, പക്ഷെ റഷ്യയിലാണ് പണിതത്. INS തമാൽ എന്ന് പറഞ്ഞൊരു പടക്കപ്പലുണ്ട്. ഈ പടക്കപ്പൽ ഇന്ത്യയിലോട്ട് റഷ്യ കൈമാറി. പടക്കപ്പലിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ പടക്കപ്പൽ റഷ്യയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ US നമ്മുടെ നാവികസേനയ്ക്ക് ഭീഷണിയായിട്ട് വന്നു. പോകരുത് എന്നാണ് പറഞ്ഞത്. അത് എന്തിനാണ് പോകാൻ ഒരുങ്ങിയെന്ന് ചോദിച്ചാൽ, യുക്രൈൻ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിനിടെ റഷ്യയുമായിട്ടുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ഇന്ത്യയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന US നാറ്റോ മേധാവികൾക്ക് നിർദ്ദേശം നൽകി, നിങ്ങളും പറയണം, ആ പടക്കപ്പൽ അവിടെ എത്തില്ലെന്ന് പറയണം. പക്ഷെ അതിന് ഇന്ത്യ ഉചിതമായിട്ടുള്ള മറുപടി നൽകി. ഇന്ത്യൻ നാവികസേന അടുത്തിടെ നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS തമാൽ റഷ്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി റഷ്യൻ നാവിക ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മഹത്തായ പരിപാടിയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ പങ്കെടുക്കാൻ പോവുകയാണ്. INS തമാലിന്റെ വരവ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. വമ്പൻ വരവേൽപ്പാണ് റഷ്യ ഈ INS തമാലിന് നൽകിയിരിക്കുന്നത്. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ അവസാന ഞായറാഴ്ച റഷ്യൻ നാവികസേന നാവിക ദിനം ആഘോഷിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ വർഷം ജൂലൈ 27 ഇത് ആഘോഷിക്കുന്നത്. നാവികസേന ദിനത്തിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ റഷ്യയിലേക്ക് പോകും. അപ്പോ ഇത്തവണ എല്ലാ തവണത്തെ പോലെ അല്ല, ഭീഷണി വന്നു. പക്ഷെ നാവികസേന അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് കപ്പൽ എടുത്തുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ പോകുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ കപ്പൽ ഡോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സമയത്ത് നമ്മുടെ രാജ്യത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാലദ്വീപിൽ പോയിരിക്കുകയാണ്. അത് പറഞ്ഞാൽ വലിയ രസമാണ്. നമുക്ക് അതുകൂടെ ടച്ച് ചെയ്ത് പോവാം. കാരണം മാലദ്വീപിൽ ഇന്നലെ ഞാൻ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ചിരിച്ച് മരിയും കേട്ടോ. അതായത് മുഹമ്മദ് മൊയ്സുവിന്റെ ഒരു പടം. മുഹമ്മദ് മൊയ്സു ഇന്ത്യയുടെ മാലദ്വീപിന്റെ ഭരണാധികാരി ആകുന്നതിന് മുമ്പ് ഒരു ഷർട്ടിൽ അദ്ദേഹം ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഈ പ്രിന്റ് ചെയ്തൊരു ഷർട്ട് ഇട്ട് പ്രൊട്ടസ്റ്റ് നടത്തും. അതായത് ഇന്ത്യൻ സൈനികരെല്ലാം നമ്മുടെ രാജ്യത്ത് നിന്ന് പിടിച്ച് പുറത്താക്കണം, മാലദ്വീപ് ഒരു സ്വതന്ത്ര രാജ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതിന്റെ താഴെ ഒരാള് കമന്റ് ഇട്ടിരിക്കുന്നു, മുഹമ്മദ് മൊയ്സു ബിഫോർ മീറ്റിംഗ് മോഡി പ്രൊട്ടസ്റ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ് റീൽസ് ഫ്രം ദ പ്രൊട്ടസ്റ്റിംഗ് ഗ്രൗണ്ട്സ്. അതായത് പ്രതിഷേധ ഗ്രൗണ്ടുകളിൽ നിന്ന് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് മൊയ്സു മോദിയുടെ അടുത്ത്. മോദി അവിടെ ഗൗരവകരമായിട്ട് എന്തോ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. മോദിയുടെ അടുത്ത് ഇങ്ങനെ കൈകെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ താഴെ അടുത്ത ട്രോള്, ആഫ്റ്റർ മീറ്റിംഗ് മോദി. മറ്റേത് ബിഫോർ മീറ്റിംഗ് മോദി, ആഫ്റ്റർ മീറ്റിംഗ് മോദി ബ്രോ റീഡ്സ് ഭഗവത്ഗീത ബിഫോർ ബെഡ്. അതായത് ബെഡിൽ കിടക്കുന്നത് ഭഗവത്ഗീത വായിച്ചിട്ടാണ് അയാൾ കിടന്നുറങ്ങിയത്. മോദിക്ക് മുമ്പും ശേഷം, മോദിയെ കണ്ടുമുട്ടുന്നതിന് മുമ്പും മോദി വിരുദ്ധനായല്ലോ, കണ്ടുമുട്ടിയ ശേഷം മോദി ഫാനായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നരേന്ദ്രമോദി മാലദ്വീപിലാണ് നിലവിലുള്ളത്. അപ്പോ മാലദ്വീപ് മോദിക്ക് കൊടുത്ത ആ ഒരു വരവേൽപ്പ് ഇതുവരെ ഇല്ലാത്തൊരു വരവേൽപ്പായിരുന്നു. കാരണം ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലായി പോയി. എന്തുകൊണ്ടാ? മോദി ഒന്നും ചെയ്തില്ല. മോദി ലക്ഷദ്വീപിലോട്ട് വന്ന ഒരു കസേര വലിച്ചിട്ട് തെക്ക് വടക്ക് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബാഹുബലിയെ പോലെ, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലോ അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലും പോസ്റ്റ് ചെയ്തു. അതോടുകൂടി മാലദ്വീപിന്റെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി പോയി. അപ്പൊ 2 കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ റഷ്യയിലേക്ക് നമ്മുടെ പടക്കപ്പൽ പോയ വിഷയമാണ്. രണ്ടാമത് മോദി മാലദ്വീപിൽ പോയ വിഷയം. എങ്ങനെ കാണുന്നു ഈ 2 വിഷയങ്ങളെ? ഇത് മുമ്പെങ്ങും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ചെയ്യാത്ത കാര്യമാണ്. ഇതിനു മുമ്പ് മെയ് മാസത്തിൽ
റഷ്യയുടെ വിക്ടറി ഡേ ആയിരുന്നു, വിക്ടറി ഡേ പരേഡ്. അത് അവരെ സംബന്ധിച്ച് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേ പരേഡ് എന്ന് പറയുന്നത് പോലെയാണ് ഈ മെയ് മാസത്തിൽ എല്ലാ വർഷവും നടക്കുന്ന വിക്ടറി ഡേ പരേഡ്. അവര് ലോകരാജ്യങ്ങളെ ക്ഷണിക്കാറുണ്ട്. ഇത്തവണയും 25ഓളം ലോകരാജ്യങ്ങളെ ക്ഷണിച്ചു. അസർബൈജാൻ പോയില്ല. അസർബൈജാൻ റഷ്യയുടെ നിന്നൊക്കെ പോകുന്നതാണ്, കഴിഞ്ഞ വർഷം വരെ പോയിരുന്നു. ഇപ്പൊ ഈ ഉടക്കാണ് അവർ തമ്മിൽ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യായിരുന്നു, റഷ്യയും അസർബൈജാനും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. സൈനികരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊല്ലുന്നുണ്ട്. കാരണം അത് കുറച്ചുകൂടെ എന്താ പറയുന്ന, ചരിത്രപരമായിട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ ഉള്ള ടീമുകളൊക്കെ തന്നെയാണ് ഇത്. USSRന്റെ സമയത്ത് അത് തകർന്നപ്പോൾ പിരിഞ്ഞു പോയ രാജ്യമാണ്. അപ്പൊ അവര് പങ്കെടുത്തില്ല. അന്ന് നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യം കേട്ടിരുന്നെങ്കിലും അത് പോകാൻ പറ്റിയില്ല. പോകാത്തിനൊരു പ്രധാന കാരണം ഉണ്ടായിരുന്നു. അന്ന് നമ്മള് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പോകാഞ്ഞത്. പക്ഷെ അദ്ദേഹം അതിന് പകരം നമ്മളുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിനെ അങ്ങോട്ടേക്ക് അയച്ചു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ രണ്ടാമൻ ആരെ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ്. ഒന്നാമൻ മോദി, രണ്ടാമൻ പ്രതിരോധ മന്ത്രി. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പങ്കെടുത്തു. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം ഇത്രയും സംഘർഷം ഇവിടെ നടക്കുന്നു, ഒപ്പം തന്നെ റഷ്യക്കെതിരെ ഈ നാറ്റോ സഖ്യവും അമേരിക്കയും ഒക്കെ വലിയ വാളെടുത്തിരിക്കുന്ന സമയം. അപ്പൊ അവിടുത്തെ വിക്ടറി പരേഡിൽ ഇന്ത്യ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം റഷ്യയുടെ കൂടെ നിൽക്കുന്ന രണ്ട് വമ്പൻ രാജ്യങ്ങളൊന്ന് ഇന്ത്യയും ചൈനയുമാണ്. അവിടെ ആ വിക്ടറി പരേഡിൽ പങ്കെടുത്തു. അവിടെ വെച്ചിട്ടാണ് ഈ ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായിട്ട് ശ്രീ രാജ്നാഥ് സിംഗ് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ചൂട് പിടിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് S ജയശങ്കർ ചൈനയെ പോയതും ചർച്ച ചെയ്തതുമൊക്കെ. അപ്പൊ അതൊരു സംഭവം. അതിനുശേഷം വീണ്ടും നമ്മൾ എണ്ണ വാങ്ങുന്നത് വളരെയധികം കൂടി കഴിഞ്ഞപ്പോഴത്തേനും നാറ്റോ മേധാവി മാർക്ക് റുട്ടെ അടക്കം വന്നിട്ട് മാരകമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. നിങ്ങളതിന് കനത്ത വില നൽകേണ്ടി വരും, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നിങ്ങൾ തകർക്കും, തരിപ്പണമാക്കും. അത് പറഞ്ഞതിന്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇന്ത്യ റഷ്യയിലേക്ക് കൂടുതൽ അരി കയറ്റി അയച്ചു. കാരണം റഷ്യയിൽ ഇപ്പം അരിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ അരി കയറ്റി അയച്ചു, കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പുകില് ഉണ്ടാക്കി. പിന്നെയും ഇവര് മാറിയും തിരിഞ്ഞും നാറ്റോയുടെ സൈനിക മേധാവി പറയുന്നു, യൂറോപ്യൻ യൂണിയൻ മേധാവി പറയുന്നു, പിന്നെ ഇവര് മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ അടുത്ത വാർത്ത, വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നു. ഈ വർഷം അവസാനത്തോടു കൂടി ഇന്ത്യയിലെത്തുന്നു. അതായിരുന്നു അടുത്ത മറുപടി കൊടുത്തത്. വീണ്ടും അവിടെ ഇവിടെയും കിടന്ന് പ്രശ്നമുണ്ട്. കാരണം ട്രംപ് ഇപ്പൊ വലിഞ്ഞു നിന്നിട്ട് പുള്ളിയുടെ അനുയായികളെ കൊണ്ടാണ് ഇപ്പൊ ബഹളം വെപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നില്ല, പകരം ഈ നാറ്റോ സഖ്യത്തിന്റെ തലവന്മാരും നാറ്റോ സഖ്യത്തിലുള്ളവന്മാരും ഒക്കെ കൂടാണ് ഈ പറയുന്നത്. അതാണ് രണ്ടാമത്തെ മറുപടി. മൂന്നാമത് നമ്മൾ കൊടുത്തു. കാരണം നമ്മൾ യുദ്ധവിമാനം വാങ്ങാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ എല്ലാവർക്കും പറഞ്ഞു. ഞങ്ങളിപ്പോ യുദ്ധവിമാനം വാങ്ങാൻ പോവാ, ഏത് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു, ഇല്ല, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. Su-35 എന്ന് പറയുന്ന ഒരു വിമാനം അവിടെ നിന്ന് വാങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് വാങ്ങാൻ നമ്മൾ നേരത്തെ ധാരണ ആയിരുന്നതാണെന്നോ. ഇന്ത്യ അതിനെ കുറിച്ച് അതിന് പറയുന്നത്, ഇന്ത്യൻ വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന് സമാനമായിട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വിമാനം നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നുണ്ട്. പകരം നമ്മൾ 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് Su-57 നമ്മുടെ F-35 ആണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഉറ്റുനോക്കുന്നതും അതാണ്. പക്ഷെ Su-30 ഏതായാലും അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സാധ്യത കൂടുതൽ റഷ്യയുടെ വിമാനം തന്നെ ആയിരിക്കാം. പക്ഷെ പുടിൻ ഇന്ത്യയിൽ എത്തുമ്പോൾ വമ്പൻ പ്രതിരോധ കരാർ ഒപ്പിടുമെന്ന് ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ 60% റഷ്യയുടേതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന, ഒരു രാജ്യത്തിന്റെ ആയുധങ്ങൾ പൂർണ്ണമായി വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ അതൊരു മുൻതൂക്കം കിട്ടില്ല. അതുകൊണ്ട് വിവിധ രാജ്യങ്ങളുടെ ആയുധങ്ങളാണ് വാങ്ങാറുള്ളത്. ഇപ്പൊ നമ്മൾ ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങളുടെ. ഈ വിവിധ രാജ്യങ്ങളുടെ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ നമുക്ക് കുറച്ചുകൂടെ മേൽക്കൈ കിട്ടാനാണ്. ഒരു രാജ്യത്തിന്റെ ആയുധം മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം അപ്പുറത്തുണ്ടെങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ മറ്റൊന്ന് വേണ്ടിവരും. അതുകൊണ്ടാണ് ആ ഒരു സംവിധാനം കൊണ്ടിരുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ നാറ്റോ മേധാവിയുടെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ നടത്തിയ 2 നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ അരി റഷ്യയിൽ എത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന INS തമാല്, അത് റഷ്യയിൽ നിർമ്മിച്ച 8ാമത്തെ നമ്മൾ കപ്പൽ നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞ വികാരനിർഭരമായ ഒരു യാത്രയെപ്പറ്റിയാണ് അവർ അന്ന് നൽകിയത്. ആ കപ്പലാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിരിക്കുന്നത്. ലോകത്തിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനമുണ്ട്. അത് നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന കാര്യം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്, തീരുമാനമുണ്ട്. അത് രാഷ്ട്രീയ നിലപാടല്ല. ഞങ്ങളുടെ രാജ്യത്തിന് എന്ത് ഗുണപ്പെടുന്നു അതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ ഈ പടക്കപ്പൽ അവരുടെ നാവിക ദിനത്തിന്, നാളെയാണ് ആ നാവിക ദിനം, ജൂലൈ 27. അപ്പോ ഈ നാവിക ദിനത്തിന് അവിടെ എത്തുമ്പോൾ അത് റഷ്യൻ മാധ്യമങ്ങൾ വലിയ വാർത്തയാണ് ആക്കിയിരിക്കുന്നത്.
കാരണം അവരെ സംബന്ധിച്ച ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥ സുഹൃത്താണ് ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു കാര്യം. അല്ലാതെ അതെ. അമേരിക്കയ്ക്ക് ഏറാമൂളികളല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ഒപ്പം തന്നെ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്നവരല്ല ഇന്ത്യ എന്ന് നാറ്റോയ്ക്കും യൂറോപ്യൻ യൂണിയനും നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. ഈ മുന്നറിയിപ്പ് മൂലമാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുക, പല അഭ്യാസങ്ങളും പയറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അവിടുത്തെ 5 പൂർത്തിയാക്കി അടുത്ത റൗണ്ട് ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ UK-യുമായിട്ട് അതിബൃഹത്തായി ഒരു വലിയ കരാർ ഒപ്പിട്ടത് എന്നുള്ളത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞ ട്രംപിന് നന്നായിട്ടൊരു ചെക്കാണ്. ഈ UK-യുമായി കരാർ ഒപ്പിട്ടതിന് പിന്നാലെ വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി കരാർ ഒപ്പിടാൻ വരികയാണ്. കാരണം ട്രംപ് മുമ്പോട്ട് വെക്കുന്നത് എന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ അവിടെ കൊണ്ട് ഇറക്കും, അതിന് നിങ്ങൾ തീരുവ ചുമത്തരുത്. പക്ഷെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തീരുവ ചുമത്തുമെന്ന് പറയുന്നിടത്താണ് ഏതാണ്ട് 99% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും സീറോ താരിഫ് എന്ന ഒരു പുതിയ കരാറിലുമായിട്ടാണ് ഇന്ത്യ മുൻപോട്ട് പോയിരിക്കുന്നത്. 30 വർഷം കുറച്ച ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്. ഇതാണ് ഒരു വലിയ മുന്നേറ്റം. അതായത് നാറ്റോ മേധാവിക്ക് എനിക്ക് തോന്നുന്നത് ചൈനയേക്കാൾ ഒരു പടി കൂടെ മുന്നിലേക്ക് ഇന്ത്യ എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെയുള്ള നിലപാടിന്റെ കാര്യത്തിൽ. കാരണം നാറ്റോ മേധാവിയുടെയും ഒക്കെ വലിയ പ്രഷറും മുന്നറിയിപ്പും ഉണ്ടാകുമ്പോൾ അവിടേക്ക് കപ്പൽ ഓടിച്ച് കയറ്റാൻ ധൈര്യം കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. കാരണം ചൈന ഇതൊക്കെ വലിയ ദോഷമാണെന്ന് പറഞ്ഞിട്ടും ചൈനയുടെ ഭാഗത്ത് ഒരു സ്റ്റേറ്റ്മെന്റും വന്നിട്ടില്ല. അതായത് 500% താരിഫ് ഈടാക്കുമെന്ന് പറഞ്ഞു ചൈന വേണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരും ഇന്ന് ഇന്ത്യയോടും ചൈനയോടും കൂടെ പറയുന്നത്, ബ്രസീലിനോടും 3 രാജ്യങ്ങളോടാണ് പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തകർത്തുകളെയും ചൈന വേണ്ടിയിട്ടില്ല. അവിടെയൊക്കെ ശക്തമായ നിലപാട് ഓപ്പണായിട്ട് എടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി മുൻപോട്ട് വരുന്നത്. അതൊരു ശ്രദ്ധേയമായ കാര്യം. രണ്ടാമത്തത് ധനുഷ് പറഞ്ഞതുപോലെ ഈ മാലിയിലേക്ക് അദ്ദേഹം പോയി, മാൽദ്വീപ്സിലേക്ക്. എനിക്ക് അവിടെ തോന്നിയിട്ടുള്ള കാര്യം, ഞാനത് ഏത് രീതിയിൽ അത് പ്രേക്ഷകർ എടുക്കുമെന്നറിയില്ല, എങ്കിലും ഞാൻ പറയുന്നത് ആരൊക്കെ നരേന്ദ്രമോദിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിന്നിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് അദ്ദേഹത്തെ കുമ്പിടുന്ന ഒരു കാഴ്ച നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ഇടയിലായാലും മറ്റുള്ള ഇടങ്ങളിലായാലും ഒക്കെ. അതെന്താണ് അതിന്റെ ഒരു ടെക്നിക്ക് എന്ന് നമുക്ക് അറിയില്ല. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്നറിയില്ല. നമുക്കറിയാം, ഈ മൊയ്സുവിന്റെ മന്ത്രിസഭയിലെ ഉള്ള മന്ത്രിമാരും ഒക്കെ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിക്കുകയും അതിനുശേഷം ഈ മൊയ്സുവും സംഘവും കൂടെ ബീജിംഗ് സന്ദർശിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനമായിരുന്നു. അവിടെ നിന്ന് ചൈനക്കാർ വരുന്നു, ചൈനക്കാർ പറഞ്ഞ് ടൂറിസം പോകുന്നെങ്കിൽ പോട്ടെ, ഞങ്ങളുടെ ആൾക്കാർ അവിടെ വരുമെന്ന്. ഈ ചൈനക്കാർ എങ്ങോട്ടാ ടൂർ പോകുന്നുള്ള കാര്യം ആദ്യം ഈ മൊയ്സു നോക്കണമായിരുന്നു. അവരിങ്ങോട്ടല്ല വരുന്നത്. അവർ പോകുന്നത് കൂടുതലും തായ്ലൻഡ് കണക്കുള്ള ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും ഒക്കെയാണ് അവർ കൂടുതലായിട്ട് പോകുന്നത്. US-ലേക്ക് അവർ ഒരു വലിയ രീതിയിൽ പോകുന്നുണ്ട്. അവിടുന്ന് ടൂറിസ്റ്റുകൾ അമേരിക്കയിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലും പോകുന്നുണ്ട്. അവർ ഈ മാലദ്വീപ്സിൽ വരത്തില്ല. മാലദ്വീപ്സിൽ പോകുന്നവർ മുഴുവൻ ഇന്ത്യക്കാരാണ്. അപ്പോ ഇതാണ് ആദ്യത്തെ കെട്ടിവിടെ. അപ്പൊ ചൈനക്കാർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ആളെയൊക്കെ തരാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുറെ പൈസ തരാമെന്ന് പറഞ്ഞു. പൈസ തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അപകടം മനസ്സിലാകുന്നത്. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചവരൊന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല. അങ്ങനെ വീണ്ടും ഇന്ത്യയുമായി വരുന്നു. കാരണം ഇന്ത്യയും അപകടം മണക്കുന്നുണ്ട്. കാരണം നമ്മളോട് ചേർന്ന് കിടക്കുന്ന ഒരു അയൽ രാജ്യം കൂടിയാണ് മാൽദ്വീപ്സ്. അപ്പോൾ അവിടെ ചൈനയുടെ ഒരു ഇൻവേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് താല്പര്യമുള്ള കേസല്ല. ശ്രീലങ്ക പോലെ തന്നെ നമുക്ക് താല്പര്യമുള്ള കേസല്ല. പിന്നെ നമ്മൾ പോയി ഇടപെടുന്നു. അങ്ങനെ 108 ദ്വീപുകളുടെ ചുമതല, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ ചുമതല നമുക്ക് നൽകുന്നു. നമ്മളതിന് ചെയ്യണം. ഇനി അവിടുത്തെ സൈന്യത്തിന്റെ കഥ അതങ്ങോട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ സൈനികരെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ മൊയ്സു അധികാരത്തിൽ വരുന്നതും ഒക്കെ. ഇന്ത്യൻ സൈനികരെ പുറത്താക്കുന്നത് ആകെ അവിടെ ഉള്ളത് 124 സൈനിക ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയുടെ ഉള്ളത്. അല്ല, ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകണക്കിനില്ല, ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരൊന്നും മാലദ്വീപ്സിലില്ല. 124 സൈനികർ. ആ 124 സൈനികർ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഇന്ത്യയാണ് അവർക്ക് ഷിപ്പ് അതുപോലെ ഫ്ലൈറ്റ് ഒക്കെ നൽകിയത് അവരുടെ. അപ്പം അതിന്റെ മെയിൻ്റനൻസും അതിന്റെ പരിശീലനവും ഇല്ലെങ്കിൽ മറ്റതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി, സർവീസ് അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 124 ഇന്ത്യൻ സൈനികർ അവിടെ ഉള്ളത്, സൈനിക ഉദ്യോഗസ്ഥരുള്ളത്. അത് അവരുടെ അവരുടെ ഈ യുദ്ധ വിമാനങ്ങളുടെ ഒക്കെ നമ്മളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാനും അതിന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന 124 സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യ പിൻവലിക്കാന്ന് പറഞ്ഞു. അതിൽ പിൻവലിച്ചു. പക്ഷെ 86 പേര് ഇപ്പോഴും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അവർ അനക്കില്ല. കാരണം അവർക്ക് മനസ്സിലായി ഈ സൈനികർ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ വിമാനമൊക്കെ അവിടെ കിടന്ന് തുരുമ്പടിക്കത്തേ ഉള്ളൂ, മോളോട്ട് പറക്കത്തില്ല എന്നുള്ളത്. അപ്പം ഇത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പൊ അത് കഴിഞ്ഞ് എന്നിട്ട് അവിടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ എല്ലാം ഇറാൻ നമുക്ക് ചബാർ തുറമുഖം തന്നതുപോലെ തന്നെ അവിടുത്തെ പ്രധാന തുറമുഖങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്നു. പിന്നെ പക്ഷെ ഇപ്പോഴും മാൽദ്വീപ്സിലേക്കുള്ള നമ്മുടെ ടൂറിസം, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ടൂറിസം വലിയ രീതിയിൽ കൂടിയിട്ടില്ല. അപ്പൊ ആ വലിയ ഡൗൺ വന്നതിന് ശേഷം വലിയ രീതിയിൽ കൂടിയിട്ടില്ല.
അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അവിടുത്തെ ഹോട്ടൽസിന്റെ ഒക്കെ റേറ്റ് തിരക്കുന്നത്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്, 4-4.5 ലക്ഷം രൂപയൊക്കെയാണ് ഒരു മിനിമം അത്യാവശ്യം നല്ല ഹോട്ടൽ റൂമിന് ഒരു ദിവസത്തേക്ക് വേണ്ടത്. അപ്പൊ എന്ത് വരുമാനം അവരതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതെ വിചാരിക്കും അതെ. ഈ ടൂറിസ്റ്റുകൾ പോകാത്തതുകൊണ്ട് നക്കാപ്പിച്ച പൈസയുടെ കുറവാണ് വരുന്നതെന്ന്. പക്ഷെ അല്ല, ഈ തുർക്കിക്കും കിട്ടിയത് അങ്ങനെയാണ്. തുർക്കിയിൽ ഈ വിവാഹ പാർട്ടികളൊക്കെ പോകുമ്പോൾ എടുക്കുന്നതിന് വലിയ എമൗണ്ട് തന്നെയാണ് അവിടെ മുടക്കുന്നത്. അതുപോലെ തന്നെയാണ് മാൽദ്വീപ്സിൽ ഓരോ മുടക്കുന്ന എമൗണ്ടുകൾ വലിയ രീതിയിലുള്ള എമൗണ്ട് തന്നെയാണ്. അപ്പം വീണ്ടും മാൽദ്വീപ്സ് ഇന്ത്യ മതി, ഇന്ത്യയാണ് ഏറ്റവും, ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഇന്ത്യയാണ് ഉറച്ച ഞങ്ങളുടെ പങ്കാളി, പങ്കാളി. കൊള്ളാവുന്ന പങ്കാളി എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പങ്കാളി എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് വന്ന പങ്കാളിയെ വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു എന്നല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അതെ അപ്പം അതെ. വളരെ ക്ലിയർ ആയിട്ട് തന്നെ മൂസ് പറഞ്ഞിരിക്കുന്നു. ഈ പഴയതുപോലെ ഒച്ചപ്പാടും ബഹളവുമൊന്നുമില്ല. ഇനി ശ്രദ്ധേയമായ ഒരു കാര്യം, അവിടുത്തെ പ്രതിപക്ഷമുണ്ട്, അതായത് നേരത്തെ ഇരുന്ന ഭരണപക്ഷം. ആ ഭരണപക്ഷം ഇന്ത്യ അനുകൂലരാണ്, അല്ലെ ഇന്ത്യക്കാരെ താങ്ങി നിൽക്കുന്നവരാണെന്നൊരു അഭിപ്രായമൊക്കെ ഈ മൊയ്സുവിന്റെ പാർട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവരും ഇവരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു ഇന്ത്യ മതി ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മതി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മുടെ അയൽരാജ്യവുമായിട്ട് നല്ല ബന്ധത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷം പകരുന്ന കാര്യം. കാരണം നമ്മുടെ അയൽവക്കം കെട്ടുകടന്നു കഴിഞ്ഞാൽ നമുക്കെന്നും അതൊരു തലവേദന തന്നെയായിരിക്കും. കാരണം അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നമായാലും അവരുണ്ടാകുന്ന തലവേദനകളായാലും ഒക്കെ നമ്മളിപ്പോ പണ്ട് മുതലേ ഉള്ള നമ്മുടെ ഒരു അയൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനെ കൊണ്ട്. ഇപ്പം അടുത്ത അയൽക്കാരനും തുടങ്ങിയിട്ടുണ്ട് പരിപാടി, ബംഗ്ലാദേശ്. ചൈന പിന്നെ പണ്ടേ നമ്മളുമായിട്ട് ശത്രുത ആയതുകൊണ്ട് ജന്മന തന്നെ ശത്രുക്കളായ 2 രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും. പിന്നെ ഇടക്കാലത്ത് നേപ്പാളിൽ അവിടുത്തെ ഭരണമാറ്റവും ഒക്കെ വന്ന് പ്രചണ്ഡയുടെ ഒക്കെ നേതൃത്വത്തിൽ ഭരണമാറ്റമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരും വലിയ തലവേദനകൾ നമുക്ക് ഇടയ്ക്ക് സൃഷ്ടിച്ചിരുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശ്, ശ്രീലങ്കയിൽ ഇടയ്ക്ക് ചൈന വന്ന് അമ്പൻതൊട്ട തുറമുഖമൊക്കെ എടുത്തിട്ട് അഭ്യാസം കാണിച്ച് അവിടുത്തെ ആഭ്യന്തര, ഇതെല്ലാം നമുക്ക് തലവേദന വരും, സ്വാഭാവികമാണ്. നമ്മുടെ വീടിന്റെ ചുറ്റുപാടും കിടക്കുന്നിടത്തൊക്കെ എന്നും അടിയും പിടിയും ബഹളവും പോലീസ് കേസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ഒരുപാട് ബാധിക്കും. ഒരുപക്ഷെ നമുക്ക് കിട്ടേണ്ട, നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട ഗസ്റ്റുകളുടെ വരവ് അവിടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്താണ് വല്ല കച്ചവടം നമുക്കുണ്ട്, വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്നതാണെങ്കിൽ കച്ചവടം സാധനക്കാർ വരും, അവിടെ എപ്പോഴും പോയ പോലീസും ബഹളവും അടിയും പിടിയൊക്കെയാണ് എന്ന് പറയും. നമ്മൾ പറയത്തില്ല ഒരു ഏരിയ അത് മഹാമോശം ഏരിയ ആണ്, അവിടൊക്കെ എങ്ങനെയുണ്ടേ താമസിക്കുന്നത് നമ്മൾ ചോദിക്കില്ലേ എന്ന് പറഞ്ഞ നമ്മുടെ ചുറ്റോട് ചുറ്റും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇവിടെ ഈ മുതലിറക്കാൻ വരുന്ന കമ്പനികളൊന്നും വരാത്തൊരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളായി ചൈനയും പാകിസ്ഥാനും ചെയ്യുന്നത്. ഇവിടെ ഈ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുക. അപ്പം ഇവിടെ വരുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തീരുമാനിക്കും, അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്, നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കും. അതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം. ഏതായാലും ഇന്ത്യയുടെ ഒരു മികച്ച നീക്കം അത് ലോകത്തിന് നൽകുന്നത് ഞങ്ങളാണ് പവർ, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം എന്നുള്ളത്. അല്ലാതെ നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഒപ്പം തന്നെ റഷ്യ ഇന്ത്യയുടെ എക്കാലത്തെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ്. അതായത് നിർണായക ഘട്ടങ്ങളിൽ കൂടെ ഞങ്ങൾ പരസ്യമായി തന്നെ നിൽക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ INS തമാല് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയത്. ഇനി ഇതിന്റെ പ്രതികരണം എന്താണെന്നുള്ളത് വരും മണിക്കൂറിൽ ഒരുപക്ഷെ അറിയാൻ കഴിയും. മാർക്ക് റുട്ടെയും ട്രംപ് ഇപ്പോഴില്ല, പുള്ളി അയർലൻഡിലാണ്, അവിടെ കലക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ അവിടെ നിന്ന് വരുമ്പോഴേ അതൊക്കെ അറിയത്തുള്ളൂ. അതെ പിന്നെ അതെ. ഈ പറയുന്ന എന്താ പറയുന്ന ഈ മാർക്ക് റുട്ടയുടെയും മറ്റേ എന്താണ് വേറൊരു കക്ഷിയോടുണ്ട് അവരുടെ യൂറോപ്യൻ യൂണിയന്റെ മേധാവി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ പ്രസ്താവന വരാൻ കിടക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് UK ഒന്നും വലിയ വേറെ ആരും ഒന്നും അതിനകത്ത് വലിയ രീതിയിൽ പ്രതികരിക്കാനൊന്നും സാധ്യതകൾ ഒട്ടുമില്ല. അതെ. അതാണ് അതിന്റെ ഒരു. പിന്നെ ഈ UK കൂടെ നരേന്ദ്രമോദി പോയിട്ട് വന്നപ്പോൾ ധനുഷിന് മുമ്പ് കഴിഞ്ഞ ചർച്ചയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ പുടിനുമായിട്ടുള്ള ചില മെസ്സേജുകൾ അവിടെ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നം കൊടുക്കുന്ന ഇന്ത്യയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട്. അപ്പൊ ചിലപ്പം UK പറഞ്ഞു കാണും അതൊക്കെ അതൊക്കെ പറയുന്നു, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതും അതെ അതെ. ഇതിനകത്തൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാകാം ചിലപ്പോ. എന്തായാലും പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മാർക്ക് റൂട്ടൊക്കെ പറയുന്നതിന് നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട, അദ്ദേഹത്തിനൊക്കെ ആ പദവിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കണം. അദ്ദേഹം എനിക്ക് തോന്നുന്നു പഴയ ഫ്രഞ്ച് പ്രസിഡന്റോ മറ്റോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ആ പദവി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.